സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുട കഥകൾ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സുവർണം സമാപന പരമ്പരയുടെ അവസാന ദിനമാണ് ഇന്ന്. ഇന്നത്തെ ആഘോഷം ആരംഭിക്കുന്നത് പ്രശസ്ത ഗായികയായ മീര രാമോഹൻ്റെ സംഗീതാലാപനത്തോടുകൂടിയാണ്. നളകഥാകാവ്യങ്ങളെ അവലംബിച്ച് അവതരിപ്പിക്കുന്ന ഒരു സംഗീതാവിഷ്കാരമാണ് ഇന്ന് അരങ്ങേറുന്നത്. അതിന് വയലിനിൽ സംഗീത് മോഹനും മൃദംഗത്തിന് കലാമണ്ഡലം ഹരികൃഷ്ണനുമാണ്. ആ ഒരു സംഗീത പരിപാടിക്ക് തൊട്ടു മുമ്പായി ഉണ്ണായി വാര്യരുടെയും ഡോക്ടർ കെ എൻ പിഷാരടിയുടെയും ചിത്രങ്ങളിൽ മുമ്പ് ദീപ പ്രോജ്വലനം ചെയ്യുന്നതിലേക്കായിട്ട് കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് അനിയം മംഗലശ്ശേരി സാദരം ക്ഷണിക്കുന്നു. സഹൃദയ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. സുവർണം എന്ന സമാപന ദിവസമായ ഇന്ന് നള കഥകളിലെ സാഹിത്യ സംഗീത രൂപങ്ങൾ, വ്യത്യസ്ത രൂപങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന സെഷനാണ്. ഇങ്ങനെയൊരു അവസരം എനിക്കായി ലഭിച്ചതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി അറിയിക്കട്ടെ. നളകഥകളെ ആസ്പദമാക്കി മലയാളത്തിലും സംസ്കൃതത്തിലും ആയി രചിക്കപ്പെട്ട വിവിധ സാഹിത്യ സംഗീത രൂപങ്ങളിലൂടെ ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ഈ ഒരു അവതരണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരു രാജാവ് ലോകത്തിൽ വേറെയുണ്ടോ എന്ന ധർമ്മപുത്രൻ ചോദിക്കുമ്പോൾ ബൃഹദീശ്വരൻ പറയുന്ന മറുപടിയാണ് മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തിലെ നളന്റെ കഥ. നളന്റെയും ദമയന്തിയുടെയും ജീവിത കഥ മലയാള സാഹിത്യത്തിൽ എന്നല്ല, കാവ്യഭാവനയിൽ തന്നെ അതിന് വലിയൊരു സ്ഥാനമുണ്ട്. പോപ്പുലർ ഗാനശാഖകളെ അതിൽ ഉപയോഗിക്കപ്പെട്ടു വരുന്ന ചില ബിംബങ്ങളും പ്രയോഗങ്ങളും തന്നെ മതി നളനും ദമയന്തിയും മലയാള മനസ്സിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിരിക്കുന്നു, എത്രത്തോളം അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ. ഹംസദൂതിലുണരും സാമ്യമകന്നോരുദ്യാനമേ, ഇതുപോലെയുള്ള ചില ബിംബങ്ങൾ. ഉണ്ണായിവാരുടെ ആട്ടക്കഥയാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ പ്രധാനമായും അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. നളചരിതത്തിലെ നായകനോ അരയന്നമേ ആരോമലേ ദമയന്തിക്കായി ദൂതുമായി പോകയോ
14-15 നൂറ്റാണ്ട് മുതൽ തന്നെ നളകഥകൾ പല രൂപത്തിലും പല ഭാവത്തിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ എന്നല്ല, സംസ്കൃതത്തിലും തമിഴിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും നളകഥ ആഖ്യാനങ്ങളുണ്ട്. തമിഴില് നളചക്രവർത്തി കഥൈ എന്ന പേരില് അതില് കലി എന്ന കഥാപാത്രത്തിന് പകരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പാപഗ്രഹമായിട്ടുള്ള ശനിയാണ്. ദ്രാവിഡ വൃത്തങ്ങള്, അതുപോലെ തന്നെ മലയാള തനിമയുള്ള ഈണങ്ങള്, കിളിപ്പാട്ട്, തുള്ളൽപ്പാട്ട്, ആട്ടക്കഥകള്, വഞ്ചി കുറത്തി, ഇത്തരം ശീലുകള്, അമ്മാനപ്പാട്ട്, കോൽക്കളിപ്പാട്ട്, മണിപ്രവാളം, അതുപോലെ തന്നെ സംസ്കൃതത്തിലാവട്ടെ ലഘുനാടകങ്ങൾ, സംഗീത നാടകങ്ങൾ, സന്ദേശകാവ്യങ്ങൾ, ഇത്തരത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹിത്യ രൂപങ്ങളിൽ നമുക്ക് നളചരിതം കഥ കാണാം. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സംഗീത രൂപങ്ങളാണ്, സാഹിത്യ രൂപങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിന് സംഗീതത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുന്നു. എത്രത്തോളം ആസ്വാദ്യകരമാവുമെന്ന് എനിക്കറിയില്ല. ആദ്യമായി നളചരിതം മണിപ്രവാളത്തിലെ ഒരു ദേവതാ സ്തുതിയോടെ തുടങ്ങുകയാണ്. നളനെ പരിചയപ്പെടുത്തുന്ന, നളന് ആമുഖം കൊടുക്കുന്ന ഒരു ഭാഗത്തോടെയാണ് ഞാൻ ആരംഭിക്കുന്നത്. മണിപ്രവാളത്തിന്റെയും മഹാകാവ്യത്തിന്റെയും ശൈലിയും ഘടനയും ഒത്തിണങ്ങിയതാണ് മണിപ്രവാള കൃതികള്. ഇതിനെപ്പറ്റി, ഇതിന്റെ കർത്താവിനെയോ കൃതിയെ പറ്റിയിട്ട് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. കാലത്തെ കുറിച്ചും വലിയ പരാമർശങ്ങളൊന്നും ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല. മഹാഭാരതത്തിലെ നളോപാഖ്യാനമാണ് ഇതിന്റെ ഇതിവൃത്തം. കരിരാജാനനൻ താനും കരിനേർവേണി വാണിയും കരിരാജാനനൻ താനും കരിനേർവേണി വാണിയും ഗുരുനാഥനുമിന്നെന്നെ ഗുരുമോദം തുളയ്ക്കണം. നളനെന്നൊരു ഭൂപാലൻ ഉളവായവനീതലേ നളകൂപരനേക്കാളും തെളിവേറിന സുന്ദരൻ. നളനെന്നൊരു ഭൂപാലനുളവായവനീതലേ നളകൂപരനേക്കാളും തെളിവേറിന സുന്ദരൻ. നാലു വേദങ്ങളും ശാസ്ത്രമാറും പല പുരാണവും, നാലു വേദങ്ങളും ശാസ്ത്രമാറും പല പുരാണവും, നാലു നീതികളും ഭൂമിപാലനമെല്ലാം അറിഞ്ഞവൻ ചാരു സ്വഭാവമധുരം. ചാരു സ്വഭാവമധുരം ചേരും കാരുണ്യശീലവും പാരം പ്രസിദ്ധിയും ബുദ്ധിസാരവും രാജനീതിയും. പാരം പ്രസിദ്ധിയും ബുദ്ധിസാരവും രാജനീതിയും. നളനെന്നൊരു ഭൂപാലനുളവായി അവനീതലേ
സംസ്കൃത ഭാഷയിലെ ലക്ഷണമൊത്ത അല്ലെങ്കിൽ പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ശ്രീഹർഷന്റെ നൈഷധീയ ചരിതം ചടുലമായ വാഗ്വൈഭവത്താലും വർണ്ണനാമിടുക്കുകൊണ്ടും ഏറെ മികവുറ്റ ഒരു ഗ്രന്ഥമാണ് നൈഷധീയ ചരിതം. ഉണ്ണായി വാര്യർ നൈഷധീയ ചരിതത്തിനെ ചുവട് പിടിച്ചുകൊണ്ടാണ്, അതിന്റെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് എന്നത് നൈഷധീയ ചരിതം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അതിലെ ചില ശ്ലോകങ്ങളുടെ ഘടനയും പദാനുപദ വിവർത്തനവും ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു വ്യക്തമായ ആ പദാനുപദ വിവർത്തനം തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവാം ആ സാമ്യം. ആട്ടക്കഥയിലെ 1-ാം ദിവസത്തിലെ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിനോട് സാമ്യം തോന്നിക്കുന്ന ഹർഷന്റെ നൈഷധീയ ചരിതത്തിലെ ശ്ലോകമാണ് അടുത്തത്. ഓരോ അടിവെപ്പിലും തന്നെ തീർച്ചയായും കയ്യിൽ കിട്ടുമെന്ന് ദമയന്തിക്ക് തോന്നുമാറ് കളിമട്ടിൽ നീങ്ങി അവൻ അവളെ വള്ളിപ്പടർപ്പിനിടയിലേക്ക് കൊണ്ടുപോയി. കരപ്രാപ്യമവൈതി നൂനം തഥാ സഖേലം ചലതം ലതാസു പ്രതാര്യതേനാ ച കൃഷേ കൃഷേ കൃഷാംഗീ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭി തോന്നുമാറുമന്തം ആട്ടക്കഥ ഞാൻ ഒരുപാട് ആട്ടക്കഥയിലെ പദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളിൽ ഉണ്ണായിവാരുടെ നളചരിതം ആട്ടക്കഥയെ തന്നെയാണ് ഇവിടെ വിശകലനവും ചെയ്തിരുന്നത്, പാടിയിരുന്നത് എന്നറിയുന്നത് കൊണ്ട് തന്നെ. സരസകവി കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം തുള്ളൽ, സാഹിത്യ പ്രധാനമായ തുള്ളലിലെ ഒരുപാട് മനോഹരമായിട്ടുള്ള പദങ്ങളുണ്ട്. വീണ്ടും ആട്ടക്കഥയോട് സാമ്യപ്പെടുത്തി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ദിവസത്തിലെ നളചരിതം 1-ാം ദിവസത്തിലെ വിഷ്ണു രമയ്ക്കു നിശയ്ക്കു ശശാങ്കൻ എന്ന് തുടങ്ങുന്ന വരിയോട് സാമ്യമുള്ള ഹംസം ദമയന്തിയോട് പറയുന്ന ആ വാക്കുകൾ നമുക്ക് നളചരിതം തുള്ളലിൽ എങ്ങനെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കല്യാണശീലേ ബാലേ നല്ലാരിൽ മൗലി മാലേ കല്യാണശീലേ ബാലേ
മൗലി മണേ കല്യാണശീലേ ബാലേ നല്ലാരിൽ മൗലി മണേ കല്യാണശീലേ ബാലേ നല്ലാരിൽ മൗലി മാലേ ചൊല്ലേറും ഭീമനന്ദനേ മൗലി മാലേ ചൊല്ലേറും ഭീമനന്ദനേ മല്ലീശരാസന വില്ലീനെ വെള്ളീന മല്ലീശരാസന വില്ലീനെ വെള്ളീന മല്ലീശരാ നിസ്തുല്യാകൃതേ ശൃണു കല്യാണ ശീലേ കാമനൂരതി പോലെ രാമനു സീത പോലെ കാമനൂരതി പോലെ രാമനു സീത പോലെ സോമനു രോഹിണി പോലെ കോമള വദന കോമള വദന നളനരപാലനു കോമള വദന നളനരപാലനു കോമള വദന കോമള വദന നളനരപാലനു ഭീമ സുതേ നീ ഭീമ സുതേ നീ ഭീമ സുതേ നീ പ്രിയയായി വരേണം ഭീമ സുതേ നീ പ്രിയയായി വരേണം കല്യാണശീലേ ബാലേ
രാമനന്ദനേ നന്ദനേ മഴമംഗലം നാരായണൻ നമ്പൂതിരിയുടെ ഭാഷാ നൈഷധം ചമ്പു 17ാം ശതകത്തിലാണ് ഇതിന്റെ രചന എന്ന് കരുതപ്പെടുന്നു. മഴമംഗലം ഇവിടെ തിരുവള്ളക്കാവിനടുത്ത് ആണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. രാമായണം ചമ്പു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചമ്പുക്കളിൽ ഒന്നാണ് ഭാഷാ നൈഷധം ചമ്പു. ഭാഷാ സൗന്ദര്യം കൊണ്ട് വളരെ കേമപ്പെട്ട ഒരു കൃതിയായിട്ട് കണക്കാക്കി പോരുന്നതാണ് ഈ ഒരു ഗ്രന്ഥം. നളൻ ഉപേക്ഷിച്ച ദമയന്തി കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്നതാണ് ഇവിടെ സന്ദർഭമായിട്ട് വരുന്നത്. പക്ഷികളോടും മൃഗങ്ങളോടും വിശാലമായ ഭൂരുഹങ്ങളോടും മാൻകുട്ടികളോടും പർവ്വതത്തിനോടും വണ്ടുകളോടും തന്റെ നളനെ കണ്ടുവോ എന്ന് ദമയന്തി ചോദിക്കുന്നതായാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. ഖഗങ്ങളെ മൃഗങ്ങളെ വിശാലഭൂരുഹങ്ങളെ ഖഗങ്ങളെ മൃഗങ്ങളെ വിശാലഭൂരുഹങ്ങളെ ദൃഗഞ്ജലേന മഞ്ജു നോക്കുമേണ ശാപകങ്ങളെ ദൃഗഞ്ജലേന മഞ്ജു നോക്കും ഏണ ശാപകങ്ങളെ ഖഗങ്ങളെ മൃഗങ്ങളെ വിശാലഭൂരുഹങ്ങളെ ദൃഗഞ്ജലേന മഞ്ജു നോക്കുമേണ ശാപകങ്ങളെ നഖങ്ങളെ ഗജങ്ങളെ മനോജ്ഞവണ്ടിനങ്ങളെ സുഖേന നിങ്ങൾ കണ്ടിതോ ധനേവനേ നളം നൃപം നഖങ്ങളെ ഗജങ്ങളെ മനോജ്ഞവണ്ടിനങ്ങളെ സുഖേന നിങ്ങൾ കണ്ടിതോ സുഖേന നിങ്ങൾ കണ്ടിതോ സുഖേന നിങ്ങൾ കണ്ടിതോ ഘനേവനേ നളം നൃപം സുഖേന നിങ്ങൾ കണ്ടിതോ ഘനേ നളം നൃപം. വീണ്ടും നളചരിതം 2ാം ദിവസത്തിന്റെ ഭാഗം തന്നെ. നളൻ ഉപേക്ഷിച്ച ദമയന്തി അലഞ്ഞു തിരിഞ്ഞ കാടിനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് നൈഷധം ചമ്പുവിൽ തന്നെ. സംഗീതപരമായി ഇത് പാടി നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിന് ഒരുപാട് സംഗീത പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ കഴിയും. വെറും ഒരു ശ്ലോകം വായിക്കുന്ന പോലെ അല്ലാണ്ട് തന്നെ ഇതിൽ സംഗീതത്തിനുള്ള സ്കോപ്പ് അറിയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ്. അപ്പൊ കാടിന്റെ വർണ്ണനയാണ്.
അസ്തഗിരീശ്വരമസ്തകസീമനി ഭാസ്കര ഭഗവാൻ മറയും നേരം. അസ്തഗിരീശ്വരമസ്തകസീമനി ഭാസ്കര ഭഗവാൻ മറയും നേരം. ഗണപതി സവിതരി ഗുഹകളിൽ നിന്നീ തിമിരകരീശ്വരനിളകും നേരം. ഗണപതി സവിതരി ഗുഹകളിൽ നിന്നീ തിമിരകരീശ്വരനിളകും നേരം. ദിക്ഷു വിദിക്ഷു ചമസ്കരരായ കരക്ഷുഗണങ്ങൾ തിമിർക്കും നേരം. ദിക്ഷു വിദിക്ഷു ചമുഷ്കരരായ കരക്ഷുഗണങ്ങൾ തിമിർക്കും നേരം. കാട്ടിൻ നടുവിൽ കാട്ടാളാവലി കൂട്ടം കൂടി പാടും നേരം. കാട്ടിൻ നടുവിൽ കാട്ടാളാവലി കൂട്ടം കൂടി പാടും നേരം. മല്ലി വല്ലി ഗുല്ലാവലിരിക മെല്ലെ മെല്ലെ വിരിയും നേരം. മല്ലി വല്ലി ഗുല്ലാവലിരിക മെല്ലെ മെല്ലെ വിരിയും നേരം. പക്ഷികൾ വൃക്ഷാവലിയിലിടങ്ങിണങ്ങി മയങ്ങി ഉറങ്ങും നേരം. പക്ഷികൾ വൃക്ഷാവലിയിലടങ്ങി ഇണങ്ങി മയങ്ങി ഉറങ്ങും നേരം. കാമുക പടലികൾ കാമിനിമാർദ്ദം കോമളമുലകളിലണയും നേരം. കാമുക പടലികൾ കാമിനിമാർദ്ദൻ കോമളമുലകളിലണയും നേരം. ക്രോഷ്ണാം തതി കാട്ടിൻ നടുവെ കൂട്ടം കൂട്ടിക്കരയും നേരം. ക്രോഷ്ണാം തതി കാട്ടിൻ നടുവെ കൂട്ടം കൂട്ടിക്കരയും നേരം. മയിലുകൾ പീലികൾ ജാലവിരീക്ഷം നൃത്തവുമാടിയടങ്ങും നേരം. മയിലുകൾ പീലികൾ ജാലവിരീക്ഷം നൃത്തവുമാടിയടങ്ങും നേരം. നെടുനെടയുടനുടനടവികൾ തോറും കരടികൾ കടുതലമലറും നേരം. നെടുനെടയുടനുടനടുവികൾ തോറും കരടികൾ കടുതലമലറും നേരം. അസ്തഗിരീശ്വരമസ്തകസീമനി ഭാസ്കര ഭഗവാൻ മറയും നേരം. ഗതപതി സവിതരി ഗുഹകളിൽ നിന്നീ തിമിരകരീശ്വരനിളകും നേരം. ഗതപതി സവിതരി ഗുഹകളിൽ നിന്നീ തിമിരകരീശ്വരനിളകും നേരം. മഹാഭാരതം വിവർത്തനം ചെയ്ത കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ നളോപാഖ്യാനം എന്ന ഭാഗത്തില് കാട്ടാളൻ ദമയന്തിയോട് പറയുന്ന, അതായത് നമ്മളെ നളചരിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് അങ്ങനെ ഞാൻ എന്ന് തുടങ്ങുന്ന പദവുമായി സാമ്യം നിൽക്കുന്ന മഹാഭാരതം വിവർത്തനത്തിലെ വരിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ. കേരള വ്യാസൻ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. വ്യാസമഹാഭാരതം പദാനുപദം അല്ലെങ്കിൽ വൃത്താനുവൃത്ത വിവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാൻകണ്ണി നീ ആർക്കുള്ളവൾ, ആർക്കുള്ളവൾ നീ ആർക്കുള്ളവൾ. ഉണ്ണി മാൻകണ്ണി നീ ആർക്കുള്ളവൾ, ഉണ്ണി മാൻകണ്ണി നീ ആർക്കുള്ളവൾ. ഉണ്ണി മാൻകണ്ണി നീ ആർക്കുള്ളവൾ. ഉണ്ണി മാൻകണ്ണി ഉണ്ണി മാൻകണ്ണി നീ ആർക്കുള്ളവൾ. കാടാണ്ടതെങ്ങനെ ഈ കഷ്ടപ്പാടിലെന്തേവമകപ്പെട്ടതു ഭാമിനി. ഉണ്ണി മാൻകണ്ണി നീ ആർക്കുള്ളവൾ. കാടാണ്ടതെങ്ങനെ ഈ കഷ്ടപ്പാടിലെന്തേവമകപ്പെട്ടതു ഭാമിനി. ഉണ്ണി മാൻകണ്ണി
ജീവനൻ ചത്തു വീണു നിലത്തഗ്നിയരിച്ച തരുപോലവേ. ഇതിനോട് ചേർത്ത് നമുക്ക് നളചരിതം തിരുവാതിരപ്പാട്ടിൽ അല്ലെങ്കിൽ കുറത്തിപ്പാട്ടില് ധാരാളമായിട്ട് കേട്ടുവരുന്നൊരു വരിയുണ്ട്. പട്ടുപൂട കൂറചേല ഞാൻ തരുവൻ ബാലേ, പട്ടുപൂട കൂറചേല ഞാൻ തരുവൻ ബാലേ, നീ എനിക്കു ഭാര്യയായിരുന്നിടുക വേണം, നീ എനിക്കു ഭാര്യയായിരുന്നിടുക വേണം, ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ടു, ദുഷ്ടനാകും വേടനുടെ കഷ്ടവാക്കു കേട്ടു, ഞാനൊരു കുലശ്രീമണി നീചനല്ലോ നീയ്, ഞാനൊരു കുലശ്രീമണി നീചനല്ലോ നീയ്, എന്നുടെ മനസ്സിൽ പാതിവ്രത്യമുണ്ടെന്നാകിൽ, എന്നുടെ മനസ്സിൽ പാതിവ്രത്യമുണ്ടെന്നാകിൽ, വന്നടുക്കും മുൻപേ തന്നെ, വന്നടുക്കും മുൻപേ തന്നെ, വന്നടുക്കും മുൻപേ തന്നെ ഭസ്മമായി പോക, ഭസ്മമായി പോക, ഭസ്മമായി പോക. ആട്ടക്കഥയിലെ കാട്ടാളന്റെ ശ്ലോകം കാട്ടാളന്റെ ശ്ലോകം എങ്ങനെയാണല്ലോ, കരഞ്ഞും ഖേദിച്ചും മനഭുവി തിരഞ്ഞും നിബിഡമായി. ഇതേപോലെ തന്നെ മറ്റൊരു നളചരിതം ലക്ഷണ ഗ്രന്ഥത്തില് മറ്റൊരു നളചരിതം ആട്ടക്കഥയുടെ പരാമർശമുണ്ട്. അതില് ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ എഴുതപ്പെട്ട മറ്റൊരു ശ്ലോകം, കാട്ടാളന്റെ ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് പാടാം. വിറച്ചും ഖേദിച്ചും വിറച്ചും ഖേദിച്ചും പല വഴി നിനച്ചും തെരുതെരേ പതിച്ചും പേടിച്ചും നിജതനു വിറച്ചും സ്തനതടേ തൊഴിച്ചും രോദിച്ചും വളരെ വിലപിച്ചോരു മൊഴി കേട്ടുച്ചത്തിൽ നിജസഖിയോടൊരു കാട്ടാളനഗതി കരഞ്ഞും ഖേദിച്ചും വനഭുവി തിരഞ്ഞും നിബിഡമായി നിറഞ്ഞെങ്ങും തിങ്ങും തിമിരഭരരുധേ ക്ഷണപഥ പറഞ്ഞും കോപിച്ചും പല വഴി നടന്നും നൃപസുത വലഞ്ഞാൾ കേട്ടാന കരുമനകൾ കാട്ടാളനൊരുവൻ. ഇതുപോലെ തന്നെ എഴുതപ്പെട്ട കാട്ടാളന്റെ മറ്റൊരു ശ്ലോകം. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം ശ്രീ ടി.സി. അച്യുതമേനോൻ രചിച്ച സംഗീത നൈഷധം, സംഗീത പ്രധാനമായിട്ടുള്ള ഒരു നളചരിത ഗ്രന്ഥമാണ് ഈ പറഞ്ഞ സംഗീത നൈഷധം. നാടകങ്ങളിൽ ശ്ലോകത്തേക്കാൾ ആസ്വാദ്യത ഗാനങ്ങൾക്കാണെന്ന് മനസ്സിലാക്കിയ ഗീതകർത്താവിന്റെ സംഗീത നൈപുണ്യം ഇതിൽ നിന്നും വ്യക്തമാണ്. നിരവധി മനോഹരങ്ങളായിട്ടുള്ള ഗാനങ്ങളാൽ സമ്പുഷ്ടമാണ് സംഗീത നൈഷധം. അതില് തമിഴ് ശൈലിയിൽ എഴുതപ്പെട്ട കാവടിച്ചിന്ത് എന്നൊരു മട്ടിലുള്ള ഗാനം
ബാലികേ ഘനസ്തനി കുലമാലികേ ഘനസ്തനി കുലമാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ ഘനസ്തനി കുലമാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ ഘനസ്തനി കുലമാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ നിനക്കൊരു ലേശമില്ലയോദയ നിനക്കൊരു ലേശമില്ലയോദയ പ്രാണപ്രിയ നിവനല്ലയോ പ്രാണപ്രിയ നിവനല്ലയോ ഘനസ്തനി പുനമാലികേ മൊഴിയുവിനൊരു വാചകം മൊഴിയുവിനൊരു വാചകം മൊഴിയുവിനൊരു വാചകം മൊഴിയുവിനൊരു വാചകം മമ ഭാവി ശുഭഫല സൂചകം മൊഴിയുവിനൊരു വാചകം മമ ഭാവി ശുഭഫലദായകം നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ ഘനസ്തനി കുലമാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ നിന്നെ കാമിച്ചിടുന്നേ ഞാൻ ബാലികേ ഈ ഒരു സംഗീത നാടകം കൂടുതലായി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു നിരവധി നാടൻ ശീലുകൾ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം കാട്ടാളൻ ദമയന്തി ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള ഈണങ്ങൾ നമുക്കിതിൽ കാണാനാവും. അത്തരത്തിൽ വീണ്ടും കാട്ടാളൻ ദമയന്തി ആയിട്ടുള്ള ഒരു സംഭാഷണം തന്നെയാണ് കാട്ടാളൻ ദമയന്തിയോട് പറയുന്ന വാക്കുകൾ. തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ അഴൽ പൂണ്ടു പെൺമണിയേ തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ അഴൽ പൂണ്ടു പെൺമണിയേ വരിക എന്നുടെ അരികിലെന്നതു തരിക തേൻമൊഴി മടി തുടങ്ങരുതേ സുരരേ മടി തുടങ്ങരുതേ തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ കണ്ടു കൺമണിയേ നോക്കുമോ നീ എന്നെ പട്ടറയിലാക്കുമോ പിന്നെ സുഖം ചേർക്കുമോ നോക്കുമോ നീ എന്നെ പട്ടറയിലാക്കുമോ പിന്നെ സുഖം ചേർക്കുമോ ധന്യ തിരിയുന്നില്ല കണ്ണെരിയും ഉള്ളവും വരിക ബാലികേ തരിക നിന്നധരം മധുരം തരിക നിന്നധരം തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ അഴൽ പൂണ്ടു പെൺമണിയേ വരിക എന്നുടെ അരികിലൊന്നതു തരിക തേൻമൊഴി മടി തുടങ്ങരുതേ സുരരേ മടി തുടങ്ങരുതേ തൊണ്ടി തോൽക്കും ചുണ്ടുകളെ കണ്ടു കൺമണിയേ കണ്ടു കൺമണിയേ അഴൽ പൂണ്ടു പെൺമണിയേ
അദ്ദേഹം രചിച്ച നളചരിതം പാട്ട് ഇവിടെ ഒരു 4 വരി, കുമ്മിമട്ടിലുള്ള ഒരു 4 വരി ഞാനിവിടെ പാടാം. ഇന്ദ്രാദി ദേവകളുടെ നിർദ്ദേശാനുസരണം നളൻ ചില പ്രലോഭനങ്ങളൊക്കെ ദമയന്തിക്ക് നൽകുകയാണ്. ദൂത് പോകുന്ന ആ രംഗം ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദമയന്തിയെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്ന നളൻ. രംഭതിലോത്തമ സർവാദി നിന്നുടെ ദാസി ജനം. ഉർവശി മേനക രംഭതിലോത്തമ സർവാദി നിന്നുടെ ദാസി ജനം. തേപ്പിപ്പാൻ രംഭ കുളിപ്പിപ്പാൻ മേനക, തേപ്പിപ്പാൻ രംഭ കുളിപ്പിപ്പാൻ മേനക. തോർത്തിപ്പാൻ പിന്നെ തിലോത്തമയും, തോർത്തിപ്പാൻ പിന്നെ തിലോത്തമയും. ചാന്തു കുറിയുമണിയിപ്പാൻ ഉർവശി, ചാന്തു കുറിയുമണിയിപ്പാൻ ഉർവശി. ചന്ദനം തേപ്പിപ്പാൻ ഇന്ദ്രാണിയും, ചാന്തു കുറിയുമണിയിപ്പാൻ ഉർവശി. ചന്ദനം തേപ്പിപ്പാൻ ഇന്ദ്രാണിയും, ചന്ദനം തേപ്പിപ്പാൻ ഇന്ദ്രാണിയും, ചന്ദനം തേപ്പിപ്പാൻ ഇന്ദ്രാണിയും. ഈ പരിമിതമായ സമയത്തിൽ നമുക്ക് ഒരു ഭാഗത്തിൽ നിന്ന് വളരെ കുറച്ച് വരികൾ മാത്രമേ എടുത്ത് പാടാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അടുത്തതായി കേരളത്തിനും മലയാള ഭാഷയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്രീ ഹെർമൻ ഗുണ്ടട്ട്, ജർമ്മൻ ഭാഷാ പണ്ഡിതനായ ശ്രീ ഹെർമൻ ഗുണ്ടട്ട്, അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്രിസ്തീയ വീക്ഷണ കോണിലൂടെയുള്ള ഒരു നളചരിത സാരശോധന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തില് അതിലൊരു ഭാഗം ഇന്ദ്രാദി ദേവകൾ ദമയന്തി പരിണയത്തിനായിട്ട് പോകുന്ന പുറപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് നളന്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണി തൻ്റെ തോഴിമാരോട്, അപ്സര സ്ത്രീകളോട് പരിഭവം പറയുന്ന അല്ലെങ്കിൽ പുച്ഛം കലർന്ന ഒരു മട്ടിൽ പറയുന്ന വാക്കുകളാണ് ഇവിടെ. പണ്ട് അഹല്യയെ മോഹിച്ചപ്പോൾ ഉണ്ടായ ആകുലതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഉണ്ടായ വൈഷമ്യങ്ങള് ഒക്കെ വീണ്ടും ഓർമ്മിക്കാതെ വീണ്ടും ഇന്ദ്രൻ പുറപ്പെട്ടിരിക്കുകയല്ലേ എന്നുള്ള അർത്ഥത്തില് ഇന്ദ്രാണി പരാതി അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. അശ്വമേധങ്ങൾ കഴിച്ചതിശുദ്ധനായുള്ളൊരു ദേഹം പതുക്കവേ മാനുഷപ്പെണ്ണിന്റെ വാർത്ത കേട്ടപ്പോഴേ താനേ തിരിച്ചു തനിച്ച മഹാരഥൻ. എങ്ങാനുമുള്ളൊരു നാരിയെ കേട്ടിട്ടു ചങ്ങാതിമാരും പുറപ്പെട്ടു മൂവരും. ഇച്ഛനത്തിന്നിതു കാണുന്ന നേരത്തു ലജ്ജയാകുന്നു മനക്കാവിലേറ്റം. എങ്ങാനുമുള്ളൊരു നാരിയെ കേട്ടിട്ടു ചങ്ങാതിമാരും പുറപ്പെട്ടു മൂവരും. ഇജ്ജനത്തിന്നിതു കാണുന്ന നേരത്തു ലജ്ജയാകുന്നു മനക്കാവിലേറ്റം. നാരദൻ തന്നുടെ ഭേഷണി കേട്ടിട്ടു നേരെന്നു നാൽവരും ബോധിച്ചതത്ഭുതം. തങ്കലെ ദ്രവ്യം വിലപിടിക്കില്ലെന്നു സങ്കൽപ്പമുണ്ടാകുമില്ല ജനത്തിനും. കണ്ടാലറിയാത്ത കാമുകക്കേറ്റം ഉണ്ടാമനർത്ഥം തിലോത്തമേ. പണ്ടങ്ങഹല്യയെ കണ്ടു മോഹിക്കയാൽ ഉണ്ടായ വൈഷമ്യമിന്ദ്രൻ മറന്നിപ്പോ. പണ്ടങ്ങഹല്യയെ കണ്ടു മോഹിക്കയാൽ ഉണ്ടായ വൈഷമ്യം ഇന്ദ്രൻ മറന്നിതോ. വീണ്ടും നൈഷധം ചമ്പുവിലെ ഒരു ശ്ലോകത്തിലേക്ക് വരികയാണ്. നളൻ ദമയന്തിക്ക് പ്രണയ സന്ദേശം അയച്ചു എന്ന് നമ്മൾ ആട്ടക്കഥയിലൂടെയും ഒക്കെ കേൾക്കണ്ടേ. എന്ത് സന്ദേശമാണ് അയച്ചത്?
നളൻ അയച്ച സന്ദേശം ഭാഷാ നൈഷധം ചമ്പുവില് മഴമംഗലം വിസ്തരിച്ച് ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. ആ ശ്ലോകത്തിന് മറുപടിയായി ദമയന്തി കൊടുത്തയക്കുന്ന കുറച്ച് വരികളുണ്ട്. വളരെ കാൽപ്പനികമായ ആ ഒരു ഭാഷയിൽ എഴുതപ്പെട്ട ആ വരികള്. അതിൻ്റെ സംസ്കൃതം ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം ഞാൻ പാടാം. രാജാവേ എന്ന് വിളിച്ചാൽ അത് അകൽച്ച ആകുമോ? അവിവാഹിതനായ രാജാവിനെ ഭർത്താവ് എന്ന് വിളിച്ചാൽ അത് ധാർഷ്ട്യം അല്ലെങ്കിൽ അവിനയമാകുമോ? എന്റെ പ്രാണൻ എന്ന് വിളിച്ചാൽ അത് യുക്തമെങ്കിലും തത്തമ്മേ പൂച്ച പൂച്ച പോലെ രാജാവ് എന്നെ വിളിച്ച പോലെ അനുകരണമാകുമോ? കഷ്ടം, എങ്ങനെ തുടങ്ങണം എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ദമയന്തി മറുപടിയായിട്ട് എഴുതുന്നതിൽ ആമുഖം പറയുന്നത്. വാചം മേ ശൃണു വല്ലഭേതി വചനേ വൈയാത്യമാപദ്യത്തെ. ഹേ രാജന്നിതി ചേതി പാഹി ച പൃഥക് ഭാവോ മഹാനാപതേ. മൽപ്രാണ ഇതി യുക്തമേതദധൂനാ ഭാസത്തെ. കഷ്ടം 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 കാതരചേതന കഥമഹം സന്ദേശുമദ്യാരഭേ. കൊച്ചി രാജാവിന്റെ ഒരു നളചരിതം തിരുവാതിര പാട്ടുകളുടെ ഒരു ഗ്രന്ഥത്തില് അല്ലെങ്കിൽ പുസ്തകത്തില് തന്നെ പിടിക്കാൻ വരുന്ന രാജാവിനോട് പരാതി പറയുന്ന ഹംസത്തിന്റെ വാക്കുകള് ഇങ്ങനെയാണ്. ഭൂമിനാഥ ഭവാനെന്നെ പ്രേമഹീനം വധിക്കുള്ളേ. ഭൂമിനാഥ ഭവാനെന്നെ പ്രേമഹീനം വധിക്കുള്ളേ. കോമളക ഭവനു ഞാൻ ശത്രുത ചെയ്തോ ദോഷമെന്നെ വധം ചെയ്താൽ ദോഷമുണ്ടെന്നറിയുക നീ. ദേശ തവ രോഷഹേതു ഞാനറിയില്ലേ. വൃദ്ധയാകൂമെൻ ജനനീ മുഖയാമൽ പ്രിയതാനും ബദ്ധമോദമീരിക്കും നീ അങ്ങൊരു ദിക്കിൽ. എന്നെയും ആർത്തതു മൂലം ഇന്നയക്ക എന്നെ എന്നും പിന്നെയും പിന്നെയും ചൊല്ലും ഹംസരാജനെ. പിന്നെയും
ഹംസരാജനേ. നളചരിത്രത്തെ ആസ്പദമാക്കി പല കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തില് കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണക്കുറുപ്പ്, അതായത് മഹാകവി കുട്ടമത്തിന്റെ ദുഃഖിതയായ ഭൈമി എന്ന കവിതയിലെ കുറച്ചു വരികള് നളോപാഖ്യാനത്തിലെ ദമയന്തി പ്രകാരം വിലപിക്കുന്നതായിട്ട് പ്രസ്താവിക്കുന്നില്ല. ചേതി രാജധാനിയിൽ എത്തിയ ശേഷം ഒരു ദിവസം തന്റെ ദാരുണമായ അത്യാഹിതത്തെ ഓർത്ത് ഭൈമി ദുഃഖിക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. കാവ്യഗുണങ്ങളാൽ സമ്പന്നമായ ഈ ഒരു കാവ്യം മലയാള ഭാഷയിലെ വിലാപകാവ്യങ്ങളിൽ ഏറ്റവും സുന്ദരമായൊരു കാവ്യമാണ്. വെണ്ണനെയ് പോലെ ഉള്ളുരുകുമ്പോൾ വെണ്ണീറായി കണ്ടേൻ വേടനെ ഞാൻ എന്നാണ് കവി ഇവിടെ പറയുന്നത്. പ്രാണനെ കാത്ത വേടനെ ഭസ്മമാക്കാത്ത നിഷ്കളങ്കമായ ആ മനസ്സിനെയാണ് കവി ഇവിടെ ദമയന്തിയെ അങ്ങനെയാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത്. കാലദോഷമോ കർമ്മദോഷമോ കാമിനി ഭൈമിക്കുണ്ടായി വന്നു. ആധാരമില്ലാതാധിപൂണ്ടവൾ ചേതിരാജ്യത്തിൽ ചേർന്നു നിൽപ്പൂ. ചേതിരാജ്യത്തിൽ ചേർന്നു നിൽപ്പൂ. വീണഴിയുന്ന വേണിയോടു തൻ പാണിയാൽ വക്രപത്മം താങ്ങി ചാരുകൽ തറചാരിക്കൊണ്ട് ചാരിത്രബിംബമായിരിപ്പൂ. ജീവനൗഷധം ജീവൻ നൈഷധം പാവനനെങ്ങു പോയി. ജീവൻ നൈഷധൻ പാവനനെങ്ങു പോയെന്നയ്യോ കാണിനില്ലാതെ ചോദിച്ചിടുമീ പ്രാണനോടെന്തൊന്നാണിദേവി. ആശ്വാസമില്ലാതാവലാദികളാലപിക്കുന്നു തേങ്ങി തേങ്ങി. യാദൂനാഥന്റെ രത്നസമ്പത്തും വീതിഹോത്രന്റെ വൻ തേജസ്സും ധർമ്മരാജാവിന്റെ ധർമ്മനിഷ്ഠയും ധന്യമാമ ഇന്ദ്ര സാമ്രാജ്യവും എൻ പരീക്ഷയ്ക്കായി എത്ര ചോദ്യമെൻ മുൻപിൽ
വെച്ചിതൻ എൻ മുൻപിൽ വെച്ചിതൻ ജീവനാഥൻ. കാലത്തിനുണ്ടു രണ്ടു ഭാഗങ്ങൾ, കാലത്തിനുണ്ടു രണ്ടു ഭാഗങ്ങൾ, കാഞ്ചനം പിന്നെ കാരിരുമ്പും. കാലത്തിനുണ്ടു രണ്ടു ഭാഗങ്ങൾ, കാഞ്ചനം പിന്നെ കാരിരുമ്പും. കാഞ്ചനൻ കാന്തി നീരിൽ നീന്തുന്ന കാണികൾ കാണിലുള്ളിൽ കാഴ്ച. ധീരദൃഷ്ടിയക്കാരിരുമ്പിലും കാഞ്ചന കാഴ്ച തന്നെ കാണുന്നു. പൂരിരുട്ടിലാണ് ദൃഷ്ടിതൻ പൂരിച്ച രശ്മി വിജ്വലിപ്പൂ. കൂരിരുട്ടിലും ദൃഷ്ടിതൻ പൂരിച്ച രശ്മി വിജ്വലിപ്പൂ. പാവന പുണ്യവാരിധേ, പാവന പുണ്യവാരിധേ, നിന്റെ ജീവനാടിയായി തീർന്ന ഭൈമി. ഏവമോർക്കാത്ത പാപങ്ങൾക്കെല്ലാം, ഏവമോർക്കാത്ത പാപങ്ങൾക്കെല്ലാം കേവലമേകപാത്രമായി നാലുപാടും നാലുപാടുമിങ്ങന്ധകാരമേ, നാലുപാടുമിങ്ങന്ധകാരമേ. നാഥ 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 നൈഷധ നീയില്ലാഞ്ഞാൽ നാലുപാടുമിങ്ങന്ധകാരമേ. നാഥ നൈഷധ നീയില്ലാഞ്ഞാൽ. അടുത്ത ഒന്ന് രണ്ട് ഇനങ്ങൾ കൂടി. നളോദയം എന്നൊരു സംസ്കൃത കൃതി നള കഥകളെ ആഖ്യാനം ചെയ്തുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കർത്താവിനെ സംബന്ധിച്ച എനിക്ക് പ്രത്യേകം വിവരം കിട്ടിയില്ല. അതിൻ്റെ പരിഭാഷ വിദ്വാൻ PG നായർ എഴുതിയതിൻ്റെ ഒരു പരിഭാഷയുണ്ട്. അതിലൊരു ശ്ലോകം ഘോരനാം കലികഥിച്ചു, ഘോരനാം കലികഥിച്ചു സാദരമഗർഭഗർഭതിമിരാന്ധനായി വീരനൈഷധ ഭവാനി വഞ്ചതികളാചരിച്ച കലിയാണു ഞാൻ. സരസോദ്ഭവമതം തികച്ചുമനുഭവ്യം ഏവൺമതാണി തിൻസാരം
അങ്ങയിലും എന്നിലും ദുരിതരേഖ ചേർത്തു, ദുരിതരേഖ ചേർത്തു, ദുരിതരേഖ ചേർത്തു വിധിയൊന്നു പോ. വീണ്ടും കലി എന്ന കഥാപാത്രം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മഹാഭാരതം വിവർത്തനത്തില് ശാപവിമുക്തനായിട്ടുള്ള ബാഹുകൻ വിഷമുള്ളിൽ ചെന്ന് കലി സ്വന്തം രൂപം പുറത്തെടുക്കുകയാണ്. ശപിക്കാൻ ഒരുമ്പെട്ട ബാഹുകനോട് അല്ലെങ്കിൽ നളനോട് ഭയന്നു വിറച്ച കലി ഇപ്രകാരം പറയുകയാണ്: പെരുകും കീർത്തി നൽകുവാൻ, പൊറുക്ക കോപം നൃപതേ പെരുകും കീർത്തി നൽകുവാൻ. ശപിച്ചു ഗോപാൽ പണ്ഡിന്ദ്രസേനന്റെ അമ്മ താൻ, ശപിച്ചു ഗോപാൽ പണ്ഡിന്ദ്രസേനന്റെ അമ്മ താൻ. അങ്ങായവളെ വിട്ടപ്പോൾ അന്നു തൊട്ടാർത്തി മൂത്തു ഞാൻ. നിന്നിൽ വാണേ നൃപശ്രേഷ്ഠ, നിന്നിൽ വാണേ നൃപശ്രേഷ്ഠ, ദുഃഖമാർന്ന പരാജിത. നാഗരാജവിഷം തട്ടിപ്പാരം രാപ്പകൽ വെന്തു ഞാൻ, നാഗരാജവിഷം തട്ടിപ്പാരം രാപ്പകൽ വെന്തു ഞാൻ. നീയേ ശരണമെന്നേ ഞാൻ, നീയേ ശരണമെന്നേ ഞാൻ, നീയേ ശരണമെന്നേ ഞാൻ. കേട്ടുകൊൾ എന്റെ വാക്കിനെ, ആലസ്യം വിട്ടു, ആലസ്യം വിട്ടു നിൻ കീർത്തി വാഴ്ത്തിടും, ആലസ്യം വിട്ടു നിൻ കീർത്തി, നിൻ കീർത്തി വാഴ്ത്തിടും മനുജർക്കിഹ. എൻ മൂലമായുള്ള ഭയമുണ്ടായിടില്ലൊരിക്കലും, മനുജർക്കിഹ കീർത്തി വാഴ്ത്തിടും മനുജർക്കിഹ. എൻ മൂലമായുള്ള ഭയമുണ്ടായിടില്ലൊരിക്കലും. അവസാന ഇനത്തിലേക്ക് കടക്കുകയാണ്. നളചരിതം വിവിധ സാഹിത്യ രൂപങ്ങളെ ഇവിടെ പ്രതിപാദിച്ചു എങ്കിലും നളചരിതം ആട്ടക്കഥയോളം പ്രശസ്തി നമ്മുടെ കേരള മനസ്സിൽ അല്ലെങ്കിൽ കഥകളി ആസ്വാദക മനസ്സിൽ ആട്ടക്കഥയോളം പ്രചാരത്തിലുള്ള, അതിനും മുകളിലേക്ക് നിൽക്കുന്ന വരികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്നാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാന ഇനമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്, ഇന്നലെ ഇവിടെ കവാലം നാരായണപ്പണിക്കർ മാസ്റ്റർ ഒരു കവിതയുടെ നാടകാവിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. ചില കലാകാരന്മാർ കെട്ടിയാടിയ വേഷം ചില സൃഷ്ടികൾക്ക് കാരണമാവാറുണ്ട് എന്ന് പറയുന്ന പോലെ അതിനെ ആധാരമായി രചിക്കപ്പെട്ട, അതായത് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ കലിവേഷം കണ്ട് ആകൃഷ്ടനായി അതിനെ ആധാരമാക്കിയിട്ട് ശ്രീ കാവാലം നാരായണപ്പണിക്കർ രചിച്ച കലിസന്ധാരണം എന്ന കവിതയിലെ കുറച്ചു വരികൾ ആലപിച്ചുകൊണ്ട് എൻ്റെ ഈ നള കഥാഖ്യാനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമകാലീന പ്രസക്തമാണ് ഈ കവിത.
നെഞ്ചിലെ പൂണുനൂലിന്മേൽ നെറിപ്പെരുമ കൊള്ളുമീ ബ്രാഹ്മണൻ ശുദ്ധ സാത്വികൻ സന്ധ്യാവന്ദനവും വേദസന്ധാന പരിശുദ്ധിയും തന്റെ കൈമുതലാക്കിയോൻ കണ്ണാടിയിൽ ക്രൂരമായി മിഴിക്കും കണ്ണാടിയിൽ ക്രൂരമായി മിഴിക്കും മിഴി രണ്ടിലും ചുണ്ടപ്പൂ ചോപ്പണിഞ്ഞവൻ കലിയായി പകർന്നാടി കളിവെട്ടത്തെ മങ്ങലിൽ കലാശച്ചോടെടുത്തവൻ സ്വർണത്തിൽ ചൂതിൽ മദ്യത്തിൽ പെണ്ണിൽ കൊലയിലും കലിരംഗശീലം ചമയ്ക്കയായി താൻ തോന്നിയായ പാപിഷ്ഠൻ താന്നി മാമരശാഖിയിൽ തന്നൂഴം കാത്തുവാണിതേ അധർമ്മം വ്രതമായേറ്റ കശ്മലൻ കലി ഗൂഢമായി താന്നിയിൽ സ്വാർത്ഥമോഹിയായി സ്വത്വശുദ്ധനിലെങ്ങാനും അശുദ്ധി കറപറ്റുവാൻ സ്വത്വശുദ്ധനിലെങ്ങാനും അശുദ്ധി കറപറ്റുവാൻ വർഷം 12 തള്ളിനാൻ കലിക്കൺകെട്ടിലാപ്പെട്ടു ചൂതിൽ മർമ്മം പിഴയ്ക്കയാൽ സാമ്രാജ്യം നഷ്ടമാക്കിനാൻ ഇഷ്ടപ്രേയസിയോടൊത്ത ദുഃഖിതൻ കാടുപോകിനാൻ ഏകവസ്ത്രമണിഞ്ഞവൻ നീറ്റലുള്ളിൽ സഹിക്കാതെ ആലംബം തേടിടും നടൻ കലിവേഷമഴിക്കിലും നീറ്റലുള്ളിൽ സഹിക്കാതെ ആലംബം തേടിടും നടൻ കലിവേഷമഴിക്കിലും ഇനിമേൽ നീചവേഷങ്ങൾ വേണ്ടെന്നുള്ളിൽ നിനക്കിലും ഇനിമേൽ നീചവേഷങ്ങൾ വേണ്ടെന്നുള്ളിൽ നിനക്കിലും താൻ തന്നെ കലിയാകണം താൻ തന്നെ കലിയാകണം ഗതികേടിലും എவ்விധം കർമ്മശുദ്ധി വരുത്തണം ഗതികേടിലും എவ்விധം കർമ്മശുദ്ധി വരുത്തണം സൽഭാവന നശിപ്പിക്കും വേഷം കെട്ടുമ്പോഴൊക്കെയും സമാധാനമിതൊന്നു താൻ ഒടുവിൽ ശക്തമാം അക്ഷഹൃദയം വശമാക്കിയാൽ നളൻ കലിവിമുക്തനായി ഒടുവിൽ ശക്തമാം അക്ഷഹൃദയം വശമാക്കിയാൽ നളൻ കലിവിമുക്തനായി മാനവ പ്രകൃതിക്കക്ഷഹൃദയം തന്നെ വേണമോ മാനവ പ്രകൃതിക്ക് അക്ഷഹൃദയം തന്നെ വേണമോ ശാപമോക്ഷമണയ്ക്കുവാൻ അക്ഷഹൃദയം തന്നെ വേണമോ ശാപമോക്ഷമണയ്ക്കുവാൻ. നളചരിതം കഥകളെ ഇത്തരത്തില് കോർത്തിണക്കാൻ ഒരു ശ്രമം നടത്തി എന്നേ പറയാനൊക്കൂ. ഒരുപാട്
ഒരുപാട് ഗ്രന്ഥങ്ങളെ പറ്റിയും പരാമർശങ്ങൾ പലയിടത്തും കണ്ടു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ കുറച്ച് പ്രയാസമെടുത്തു. എനിക്ക് ഇത്തരത്തിൽ ഇങ്ങനൊരു ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് തന്ന ഒരുപാട് പേര് എനിക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഡോക്ടർ AR ശ്രീകൃഷ്ണൻ, അദ്ദേഹം, അതുപോലെ തന്നെ PC രാമവർമ്മ, അതുപോലെ മുമ്പിൽ ഭദ്ര ഇരിക്കുന്നുണ്ട്. ഭദ്രയും പറഞ്ഞു. പലതും കേട്ടും കണ്ടും ഞാൻ അറിഞ്ഞ വരികളാണ്. ഇതിൽ തെറ്റുകളുണ്ടോ എനിക്കറിയില്ല, എങ്കിലും ഒരു ശ്രമം നടത്തി നോക്കി എന്ന് മാത്രം. അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ മനോഹരമായിട്ട് പക്കം വായിച്ചു തന്ന ശ്രീ കലാമണ്ഡലം ഹരികൃഷ്ണൻ, അദ്ദേഹത്തിനോടും ശ്രീ സംഗീത് മോഹൻ വളരെ സുഖകരമായ രീതിയിൽ എനിക്ക് പിന്നണി ഒരുക്കി തന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി എല്ലാവരോടും അറിയിക്കട്ടെ. കർക്കോടകസ്യ നാഗസ്യ ദമയന്ത്യ നളസ്യ ച ഋതുപർണസ്യ രാജർഷേ കീർത്തനം കലിനാശനം. ഇന്നത്തെ പ്രഭാതവും സംഗീതാത്മകമാക്കി തന്ന മീരയ്ക്കും കൂടെയുള്ളവർക്കും കഥകളി ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അത് വെറും വാക്കിൽ പറഞ്ഞാൽ പോരാ. ഇന്നലെ രാവിലെ മുഴുവൻ നളചരിത കഥകളിലെ പതിവില്ലാത്ത രംഗങ്ങളിലെ പദങ്ങൾ ആലപിച്ച് നമ്മളെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയ 4 കഥകളി, സമകാലിക കഥകളി സംഗീത രംഗത്തെ ഏറ്റവും പ്രശസ്തരായ 4 പേര് അവതരിപ്പിച്ചു. അതിനൊട്ടും മോശമല്ലാത്ത രീതിയിൽ കഥകളി പാട്ടുകാരി കൂടിയായ മീര കഥകളി പദങ്ങൾ തൊടാതെ, കാര്യമായിട്ട് ടച്ച് ചെയ്യാതെ, നളചരിത കഥകളിലെ കാവ്യങ്ങളിലെ പദങ്ങൾ വളരെ സംഗീതാത്മകമായിട്ട് ആ ഉദ്ദേശിച്ച പോലെ തന്നെ സംഗീതാവിഷ്കാരം എന്ന ആ നമ്മുടെ നിർദ്ദേശിച്ച സംഗതി കൃത്യമായിട്ട് അനുഭവത്തിൽ നമുക്ക് തന്ന, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് കൃത്യമായ രാഗ സെലക്ഷൻ ഭാവാത്മകമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. നമ്മൾ എന്ത് ഗൗരവത്തോടു കൂടിയും ഇത് ചെയ്യാൻ പറഞ്ഞോ അത് അതേ സ്പിരിറ്റോടു കൂടി കിട്ടാനും അതിൽ റിസർച്ച് നടത്താനും നല്ല ബുദ്ധിമുട്ടി തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു. ഇവിടെ കുട്ടിയെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഉണ്ണീഷ്ണൂർ സ്മരണത്തിന് കഥകളി സംഗീത മത്സരത്തിന് വന്ന് സമ്മാനം മേടിച്ച് ഇവിടെ ആ ഒരു കുട്ടിയാണ്. ഇത്രയും നല്ല ഉയർന്നു വരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അത് ഞങ്ങളെല്ലാവർക്കും കൂടി പങ്കുവയ്ക്കുന്നു. കൂടെ വായിച്ച അവരുടെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് എത്രയോ അനുഭവം ഉള്ളതാണ് ഇവരൊന്ന് വായിച്ച്. ഇനി അടുത്ത പരിപാടിക്കും അവർ പങ്കെടുക്കാനുള്ളവരാണ്. അവരുടെ കഴിവുകളും നമുക്ക് നല്ല സപ്പോർട്ട് കൊടുത്ത ഹരീഷ്, സംഗീത് മോഹൻ, 2 പേർക്കും സന്തോഷം. ഇനി ഇവരെ നമുക്ക് ആദരിക്കണം. നമ്മുടെ സുവർണ പരിപാടികളുടെ ഒരു ചടങ്ങാണ്. എല്ലാ ഇതിലും പങ്കെടുക്കുന്നവരെ നമ്മൾ സുവർണ മുദ്രണം നൽകി ആദരിക്കുന്നുണ്ട്. ഇന്ന് അത് നമ്മുടെ കഥകളി ക്ലബിന് വേണ്ടി ചെയ്യുന്നതിനായിട്ട് കഥകളി ക്ലബിലെ ഏറ്റവും മുതിർന്ന അംഗം CA ശിവശങ്കരമേനെ ക്ഷണിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം മീരയോട് പറയാനുള്ളത്, മീര നേരത്തെ തുടങ്ങിയപ്പോൾ കുറേ സിനിമ പാട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയി. അതിൽ ഈ സമയത്ത് പ്രത്യേകിച്ചും എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്, കൊട്ടാരം വിൽക്കാനുണ്ട് എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ വയലാർ എഴുതി ദേവരാജൻ സംഗീതം കൊടുത്തൊരു പാട്ടുണ്ട്. ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ഈ സമയത്ത് അതും കൂടി ഒന്ന് പറയായിരുന്നു. അത് കൃത്യമായിട്ട് നളചരിതത്തിനെ ടച്ച് ചെയ്യുന്നതാണ്. നീലക്കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലയ്ക്കുള്ളിൽ പാതിവിടരും നൈവേദ്യ പുഷ്പങ്ങളോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ശരിക്കും ഇന്നും നളൻ ആലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ദേശ കാവ്യങ്ങളോ എന്നാണ് ആ ശ്ലോകം കഴിഞ്ഞ് തൊട്ടേനെ ഞാൻ എന്നാണ് പദം തുടങ്ങുന്നത്. അതും കൂടി ഒന്ന് പരാമർശിക്കായിരുന്നു.
ഹരികൃഷ്ണൻ, സംഗീത് മോഹൻ.